ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിപക്ഷ എംപിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനത്തിന് നാളെ തുടക്കം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് നാടിന്റെ വിട. ദർബാർ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് പതിനായിരങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യത്തെ എല്ലാ CBSE സ്കൂളുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. 12 മണിവരെ നിർത്തിവച്ച സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടിക വിഷയം തുടങ്ങിയവയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. കർഷകരെക്കുറിച്ചുള്ള ചോദ്യങ്ങളായതിനാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. मेरा आप सबसे आग्रह है, अपनी अपनी सीट पर जाएं, बैठें और किसानों के महत्वपूर्ण मुद्दों पर चर्चा करें ताकि हम देश के किसान के कल्याण के विषय पर व्यापक चर्चा सदन में कर सकें. माननीय सदस्यगण, ये सदन चर्चा संवाद के लिए, नारेबाजी के लिए नहीं है. आप सदन की मर्यादा को बना करके तख्तियां लेकर मैं अलाउ नहीं करूंगा. രാജ്യസഭയിലും സമാന വിഷയങ്ങളിലായിരുന്നു പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ഉപാധ്യക്ഷൻ ഹരിവൻഷ് നിരസിച്ചതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. INDIA പ്രതിപക്ഷ സഖ്യത്തിലെ എംപിമാരുടെ യോഗം പാർലമെന്റ് മന്ദിരത്തിൽ ഇന്ന് ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സഖ്യത്തിന്റെ ഭാഗമായ മറ്റ് പ്രതിപക്ഷ എംപിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട പൊതുനിലപാടിനെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത്. ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. വോട്ടർ പട്ടിക പുനഃപരിശോധനാ പ്രക്രിയയുടെ ഉദ്ദേശവും നിയമസാധുതയും സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നലെ രാത്രിയോടെയാണ് രാജി. മെഡിക്കൽ ഉപദേശങ്ങൾ പരിഗണിച്ചാണ് രാജിയെന്നും ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കൈമാറിയ കത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ശ്രീ ധൻകർ നന്ദി രേഖപ്പെടുത്തി. പാർലമെന്റ് അംഗങ്ങൾ നൽകിയ ഊഷ്മള സ്നേഹത്തിനും വിശ്വാസത്തിനും അദ്ദേഹം കൃതജ്ഞത അറിയിച്ചു. 2022 ഓഗസ്റ്റിലാണ് ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനത്തിന് നാളെ തുടക്കം. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകളും നേതാക്കൾക്കിടയിൽ നടക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തവും ചർച്ചയിൽ വിലയിരുത്തും. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ UK പര്യടനം പൂർത്തിയാക്കി ഈ മാസം 25-നാണ് ശ്രീ മോദി മാൽദീവ്സിലെത്തുക. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മാൽദീവ്സ് സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ 60ാം വാർഷികാഘോഷങ്ങളിൽ ശ്രീ മോദി ഈ മാസം 26-ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് നാടിന്റെ അന്തിമോപചാരം. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഉച്ചയ്ക്ക് 2 മണിയോടെ ദേശീയപാത വഴി ആലപ്പുഴയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
വി.എസ്. അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധാരണക്കാരും പാർട്ടി പ്രവർത്തകരുമടക്കം ആയിരക്കണക്കിന് പേരാണ് ദർബാർ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, സ്പീക്കർ എ.എൻ. ഷംസീർ, മന്ത്രിമാർ, എം.എൽ.എമാർ, CPIM നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ നിരവധി പേർ വി.എസ്. അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിക്കാൻ ദർബാർ ഹാളിൽ എത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രത്യേകം സജ്ജീകരിച്ച KSRTC ലോ ഫ്ലോർ ബസ്സിലാണ് വി.എസിന്റെ ഭൗതികദേഹം വിലാപയാത്രയോടെ ആലപ്പുഴയിലെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ അന്തിമ വിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂർത്തിയായി. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്ന് രാത്രി 9 മണിയോടെ വേലിക്കകത്ത് വീട്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ 9-ന് വീട്ടിൽ നിന്നും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ മൈതാനിയിലും പൊതുദർശനത്തിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-ന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് എല്ലാ CBSE സ്കൂളുകളിലും ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. പ്രവേശന കവാടങ്ങൾ, ഇടനാഴികൾ, പടികൾ, ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, കാന്റീനുകൾ, കളിസ്ഥലങ്ങൾ എന്നിങ്ങനെ ശുചിമുറികൾ ഒഴികെയുള്ള പൊതു ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കും. ക്യാമറകൾക്ക് തത്സമയ റെക്കോർഡിംഗും കുറഞ്ഞത് 15 ദിവസത്തെ സ്റ്റോറേജ് ബാക്കപ്പും ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം. 2006-ലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. കേസ് ജൂലൈ 24-ലേക്ക് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയാണ് ബോംബെ ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ റദ്ദാക്കിയത്. 2006 ജൂലൈ 11-ന് നടന്ന സ്ഫോടനങ്ങളിൽ 180-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ദേശീയ പതാക ദിനം. 1947-ൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആഘോഷം കൂടിയാണ് ദേശീയ പതാക ദിനം. ISROയുടെ ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിന് ഇന്ന് 6 വർഷം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ഭൂപ്രകൃതി, ധാതുക്കൾ, ഉപരിതല ഘടന എന്നിവ പഠിക്കുന്നതിനായി 2019 ജൂലൈ 22-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. സോഫ്റ്റ്വെയർ തകരാർ കാരണം വിക്ഷേപണം ക്രാഷ് ലാൻഡിംഗിൽ കലാശിച്ചെങ്കിലും ചന്ദ്രയാൻ 2ന്റെ ഓർബിറ്റർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ISROയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയും ചേർന്ന് വികസിപ്പിച്ച നിസാർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ഈ മാസം 30-ന്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വൈകുന്നേരം 5:40-നാണ് വിക്ഷേപണം. 743 കിലോമീറ്റർ ഉയരത്തിൽ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്നറിയപ്പെടുന്ന ഭ്രമണപഥത്തിലെത്തുന്ന ഉപഗ്രഹം ഭൂമിയെ നിരീക്ഷിച്ച് മഞ്ഞ്, സസ്യങ്ങൾ, മണ്ണിന്റെ ഈർപ്പമാറ്റങ്ങൾ, ഉപരിതല ജല മാപ്പിംഗ്, ദുരന്ത സാധ്യതകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം F-35B അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ബ്രിട്ടനിലേക്ക് മടങ്ങി. ഇന്ന് രാവിലെ 10:50-ഓടെയാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയത്. ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ചെസ്റ്ററിലെ സ്ട്രീറ്റ് റിവേഴ്സൈഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30-നാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം വീതം ജയിച്ച് സമനിലയിലാണ് ഇരു ടീമുകളും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പാർലമെന്റിന്റെ പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിപക്ഷ എംപിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനത്തിന് നാളെ തുടക്കം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് നാടിന്റെ വിട.
ദർബാർ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് പതിനായിരങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യത്ത് എല്ലാ CBSE സ്കൂളുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.